ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ വലിയ കരുണയാണ് എപ്പോഴും നമ്മളോട് കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് എന്നുള്ളത് വലിയൊരു സത്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയും: എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ലോകത്തോട് പ്രഭാഷകൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതെല്ലാം നിന്റെ കൺമുമ്പിൽ എത്രമാത്രം നല്ലതല്ല എന്ന് നിനക്ക് തോന്നിയാലും ഇന്ന് സ്വർഗം നമ്മളോട് പറയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവയെല്ലാം അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ നിർവഹിക്കപ്പെടും. ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉന്നതമായത്, ഏറ്റവും അത്യുന്നതമായത് ദൈവം നമുക്ക് നൽകുമെന്ന് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പ്രഭാതത്തിലും അനേക മെസ്സേജുകളിലൂടെ ഇങ്ങനെ കടന്നുപോയി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലരും ചോദിക്കുന്നതാണ്, എനിക്ക് എൻ്റെ ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ്, എൻ്റെ പ്രാർത്ഥനകൾ വൃഥാവിലാകുന്നു. അപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ ദൈവം തന്ന വചനമാണ്, അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞു കണ്ണുകൾക്ക്, നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക് അവയൊന്നും ശ്രേഷ്ഠമായി തോന്നാറില്ല എന്നുള്ളതാണ് വലിയ സത്യം. അതുകൊണ്ട് ഇന്ന് പ്രഭാഷകനോട് പോയി വചനം നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. ഞാൻ എന്തായിരിക്കുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം ശ്രേഷ്ഠമാണ്. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വലിയ